Modi also says Congress manifesto is Muslim League manifesto. മോഡി എപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇതാണ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ് എന്ന്. I request him, if he gives me time, I will take my manifesto and I will explain him where is the word Muslim. For only for Muslim we are doing it. We are doing for all. The manifesto is for poor, for youth, for farmers, for ladies, for everybody. Simply he is dividing the society. He want to tell Hindu, he want to create Hindu Muslim. ഈ രാജ്യത്ത് വർഗീയത പറയാൻ ശ്രമിച്ചുകൊണ്ട്, വർഗീയ പരത്താൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മോഡി പറഞ്ഞു വെക്കുകയാണ്, ഈ രാജ്യത്ത് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ അത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വർഗീയത പരത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ടവനും, ഈ രാജ്യത്തെ സ്ത്രീക്കും, ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. You and I is for all. Nari Shakti is for all. It is not only Muslims, not only scheduled caste, not only for scheduled tribe, not only the below poverty line, for everybody. യുവാക്കൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പദ്ധതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുന്നത് അത് മുസൽമാന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയോ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും, മുഴുവൻ യുവാക്കൾക്കും, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് ആവർത്തിച്ചു പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. And in UPA we have given some guarantees, some rights without asking by people. For example, the Narega scheme Sonia Gandhi gave, and at that time the same BJP people told by bringing Narega they have created garibi in the country. നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു മഹത്തായ പദ്ധതി ഈ രാജ്യത്ത് വന്നപ്പോ അത് ഈ രാജ്യത്തിന് ശരിയാകില്ല എന്ന് പറഞ്ഞു വെച്ച ആളുകളാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഗ്യാരണ്ടികൾ പാലിച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിയുടെ കീഴിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. We brought Narega as a right. We brought Education Act as a right. We brought Food Security Act as a right. Even Modi wishes, Shah wishes, that cannot be taken away. It is a permanent one. That is the work of our UPA government. UPA ഗവൺമെന്റിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടത്തെ പറ്റി നമ്മൾ പറയണം. ഈ രാജ്യത്ത് തൊഴിലുറപ്പ് അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. ഈ രാജ്യത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷ്യസുരക്ഷ അവകാശമാക്കിയ സർക്കാരായിരുന്നു അത്. അത് ഈ രാജ്യത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടു. അത് മോഡി വിചാരിച്ചാലും അമിത്ഷാ വിചാരിച്ചാലും എടുത്തു കളയാൻ സാധിക്കാത്ത തരത്തിൽ ഈ രാജ്യത്ത് അത് ചേർന്നിരിക്കുന്നു. മോദിജി always claims, I am governing as per constitution, as per democracy, he always says. But he is destroying all the autonomous bodies. He is destroying universities. He is destroying education system, and he still says, I am bringing a educational development. I am bringing good days for poor people. Achhe din launga. Where is your achhe din? Is this the achhe din?
നരേന്ദ്രമോദി എല്ലാ കാലത്തും പറഞ്ഞു വെക്കും, ഞാൻ ജനാധിപത്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നശിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അച്ഛാധിനായക, നല്ല ദിനങ്ങൾ വരുന്നു. എവിടെയാണ് നിങ്ങളുടെ നല്ല ദിനങ്ങൾ? ഈ രാജ്യത്തിന് നല്ല ദിനങ്ങൾ സമ്മാനിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് കഴിഞ്ഞത്? മോദി